ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്രയുടെ പുതിയ 5-door താർ. ഓക്കെ, ഈ വണ്ടിയുടെ പേരൊക്കെ എടുത്ത് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. താർ അർമാഡ എന്നുള്ള പേരാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് മഹീന്ദ്ര കൺഫേം ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഈ പേരിലായിരിക്കും വണ്ടി വരുന്നതെന്ന്. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും മൊത്തത്തിലൊന്ന് കുത്തി ഒരുമിച്ച് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പേര് അർമാഡ എന്ന് വരാൻ തന്നെയാണ് കൂടുതലും ചാൻസ് ഉള്ളത്. കാരണം പണ്ട് മഹീന്ദ്രയുടെ ഒരു ലക്ഷറി വെഹിക്കിൾ പോലെയായിരുന്നു അവർ അർമാഡ വിറ്റിരുന്നത്. അത് മറ്റേ നമ്മുടെ ജീപ്പും താറൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. അതിന് തന്നെ കൂടുതൽ ഒരു ഫാമിലി യൂസിന് പറ്റിയ സോഫ്റ്റ് ടോപ്പ് അല്ലാത്ത ഹാർഡ് ടോപ്പൊക്കെ ഉള്ളൊരു 5-door മോഡൽ എന്ന രീതിയിലാണ് പണ്ടും ഈ വണ്ടി ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ വണ്ടിയുടെ ഫോർമുല അത് തന്നെയാണല്ലോ. അതായത് താർ 3-door ആണ്, അത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അവർ അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള 5-door ഇറക്കി. ശരിക്കും കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട വണ്ടിയായിരുന്നു, പക്ഷേ എല്ലാ സംഭവങ്ങളും കാരണം ലേറ്റായി ഈ വർഷം ആയി. ആൻഡ് ഈ വർഷം മിഡോട് കൂടി വണ്ടി ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനത്തിന് ഗ്രില്ല് അവർ കംപ്ലീറ്റ്ലി മാറ്റി. താറിനകത്ത് നമുക്ക് കുറച്ച് ചെറിയ ഗ്രില്ലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്തിരി കൂടെ വലുതാണ്. ആൻഡ് ഫൈനലി മഹീന്ദ്ര നമ്മുടെ താറിൽ LED ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് DRLs പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹെഡ് ലാംപ്സ് LED ആണ്. സൈഡിൽ വരുന്ന ആ ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സും DRLs ഒക്കെ അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും കുറച്ചും കൂടെ ഷോർട്ടായ പോലെ എനിക്ക് തോന്നി. മറ്റേ ഇത്തിരി വലിയ യൂണിറ്റ് ആയിരുന്നു ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴത്ത് നമുക്ക് ഇതായിരുന്നല്ലോ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും LED DRLs ഒരുമിച്ചായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ എന്തായാലും അത് ചെറിയ യൂണിറ്റ് ആയിട്ട് മിക്കവാറും രണ്ടും LED ആക്കി കാണും. അതുപോലെ ഫോഗ് ലാംപ്സ് നമുക്കിപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ ബാക്കി ആ മറ്റേ ഹുഡിലുള്ള ആ ഒരു ചെറിയ ക്ലാമ്പ് പോലത്തെ സാധനം അതിപ്പോഴും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഡിസൈനിന് വേണ്ടി മാത്രമാണ്. അത് നമുക്ക് 3-door താറിലുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. നോർമൽ താറിൽ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് 18 ഇഞ്ചാണെന്ന് തോന്നുന്നില്ല. ചിലപ്പം ടയറിൻ്റെ പ്രൊഫൈലൊക്കെ നല്ല കൂടുതലായതുകൊണ്ടായിരിക്കും. ഈ വണ്ടിയിൽ എന്തായാലും അതിലും വലിയ ടയറായിട്ട് തന്നെയാണ് തോന്നുന്നത്. മിക്കവാറും 19 ഇഞ്ച് സൈസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെയും ടയറിൻ്റെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കൂട്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും മെയിൻ ഡിഫറൻസ് ഇത് 5-door താറാണ്, ഓക്കെ താർ അർമാഡയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. 4.3 മീറ്റേഴ്സിനടുത്ത് ഈ വാഹനത്തിന് ലെങ്ത് വരുമെന്നായിരുന്നു സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. എഗെയിൻ ഞാൻ പറയുന്നു മഹീന്ദ്ര കൺഫേം ചെയ്തിട്ടില്ല ഈ വാഹനത്തിൻ്റെ ലെങ്ത്. പക്ഷേ നമുക്ക് പറയാം ഏകദേശം 4300 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഈ വാഹനത്തിന് കാണാൻ പറ്റും എന്ന്. ഇതിന് ബാക്കിലത്തെ ഡോറിൻ്റെ സൈസൊക്കെ അത്യാവശ്യം ചെറുതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV-യിലൊക്കെ കിട്ടുന്ന പോലെ നല്ല വിരിഞ്ഞ് കിടക്കുന്ന പോലത്തെ ഡോറൊന്നുമല്ല. പക്ഷേ അഗെയിൻ നമുക്കിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് കയറുക എന്നുള്ളതാണല്ലോ. താർ 3-door എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ സീറ്റ് മടക്കി ബാക്കിലേക്ക് ചവിട്ടി പൊളിച്ച് കയറി കഴിഞ്ഞാൽ അധികം സ്പേസും ഇല്ല, അവിടെ കഷ്ടപ്പെട്ടിരിക്കുകയും വേണം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ബാക്കിൽ ബൂട്ട് സ്പേസും കിട്ടില്ലായിരുന്നു. ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും ആ വക പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സോൾവ് ആകും. അതായത് നമുക്ക് കയറാനും ഇറങ്ങാനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മാത്രമല്ല സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും 3-door വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ പുറമെ പണ്ടത്തേതിൽ ഇല്ലാത്ത സംഭവം ബൂട്ട് സ്പേസ്. പണ്ട് താറിനകത്ത് ലഗേജ് വെച്ച് 4 പേര് ഇരുത്തിക്കൊണ്ട് ലോങ് പോകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വണ്ടിയിൽ കുറച്ചും കൂടെ ബൂട്ട് സ്പേസും കൊണ്ട് വരുമ്പോഴേക്കും ആ ഒരു പ്രശ്നവും കൂടെ സോൾവ് ആകും എന്ന് നമുക്ക് പറയാം. ഇനി എക്സ്റ്റീരിയറിൽ ഇപ്പോൾ നിങ്ങൾ വ്യത്യാസം കൊണ്ട് റിയറിൽ നമുക്ക് LED ടൈൽ ലാംപ്സ് ഒക്കെ ഉണ്ട്. റിയർ പ്രൊഫൈൽ ആക്ച്വലി അങ്ങനെ പറയത്തക്ക വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത്. ആദ്യത്തെ മെയിൻ സംഭവം ഇത് ഹാർഡ് ടോപ്പാണ്. ഇതിനകത്ത് സോഫ്റ്റ് ടോപ്പിൻ്റെ ഓപ്ഷൻ ഒന്നും തന്നെ അവൈലബിൾ അല്ല. ആൻഡ് ഇത് ഹാർഡ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഫൈബർ ടോപ്പ് അല്ല. ഇതിനകത്ത് നോർമൽ മെറ്റൽ റൂഫാണ് നമുക്ക് വരുന്നത്, സാധാരണ ഏതൊരു SUV-യിലും വരുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ സൺ റൂഫ് കാണാൻ പറ്റും. അതൊരു വലിയ അപ്ഗ്രേഡ് ആണ്. താർ എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു റഗഡ് സ്പെക്ക് വരുന്ന വാഹനത്തിലൊക്കെ സൺ റൂഫ് ഉണ്ടാകുന്നത് ഞാൻ ശരിക്കും പണ്ടൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ മഹീന്ദ്ര അത് പോസിബിൾ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. 10.25 ഇഞ്ച് വരുന്ന ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററിലും 10.25 ഇഞ്ച് സൈസ് വരുന്ന സംഭവം വരും എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ XUV 700 വന്നായിരുന്നു. അതുപോലെ XUV 400 അപ്ഡേറ്റഡ് മോഡൽ വന്നായിരുന്നു. ഇത്തരത്തിലുള്ള സ്ക്രീനുകളായിരിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാകുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് AC കൺട്രോൾസും അതുപോലെ AC വെൻസിൻ്റെ ഡിസൈനും ആ സംഭവങ്ങളൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിലാണ്. ഈ അടുത്ത് വന്ന് സ്കോർപിയൻ അതുപോലെ XUV 700 ഈ വണ്ടികളിലൊക്കെ കൊടുത്തിരുന്ന അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമുക്കിപ്പം താറിൻ്റെ 5-doorലും അവർ കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. അതായത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എനിക്ക് മെയിനായിട്ട് അറിയേണ്ടതൊന്നുമല്ല അവർ ഇതിനകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൊടുക്കുമോ എന്നുള്ളതാണ്. കാരണം സ്കോർപ്പിയോനൊക്കെ വന്ന സമയത്ത് പണ്ടത്തെ സ്കോർപ്പിയോനകത്ത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലായിരുന്നു ഉണ്ടായിരുന്നു. ഭയങ്കര ടൈറ്റാണ്, നമുക്ക് നോർമൽ സിറ്റി മെനൂവറിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്കോർപ്പിയോന് വന്നപ്പോഴേക്കും ബേസ് മോഡൽ ഒഴികെ ബാക്കി എല്ലാ വേരിയൻസിലും അവർ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൊടുത്തു. അതുകൊണ്ട് തന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. സ്കോർപ്പിയോന് സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റുമാണ്. ഈ വണ്ടിയുടെ കേസിലും അവരങ്ങനെ ചെയ്യുമെങ്കിൽ അതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയേനെ. കാരണം താർ 3 ഡോർ എന്ന് പറഞ്ഞാലൊക്കെയാണ് അതിൻ്റെ അകത്ത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് ആ വണ്ടി നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ ഓടിക്കാനാണെങ്കിൽ സ്റ്റിയറിംഗ് കുറച്ചധികം തിരിക്കേണ്ടിയൊക്കെ വരും. അതുപോലെ പാർക്കിംഗ് സ്പീഡ്സ് അല്ലെങ്കിൽ ടൈറ്റ് പാർക്കിംഗ് ഒക്കെ വരികയാണെങ്കിലും സ്റ്റിയറിംഗ് അത്യാവശ്യം ടൈറ്റ് ആയതുകൊണ്ട് തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൊണ്ട് ബെറ്റർ ആണെന്നുള്ളൂ ഇപ്പോൾ വരുന്ന 3 ഡോർ താർ. പക്ഷേ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് വണ്ടി എവിടെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഓട്ടോമാറ്റിക് മോഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ആലോചിക്കാനില്ല, ജസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിരിക്കുക ആൻഡ് ഈസി ആയിട്ട് ഏതൊരു നോർമൽ കാർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ആംറസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. AC ഓട്ടോമാറ്റിക് AC ആയി നല്ലതായിരുന്നു. ഇപ്പോഴത്തെ താറിൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. പക്ഷേ എൻ്റെ കൺട്രോൾസ് ഒക്കെ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പം മാനുവൽ AC തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത്. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വാഹനത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇപ്പോഴത്തെ താറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും എന്ന് പറയാം. എൻജിൻസിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സെയിം 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. അതുപോലെ തന്നെ 2 ലിറ്റർ സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനും ഉണ്ടാവും. പവർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പെട്രോൾ ചിലപ്പം 150 bhp ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഇപ്പോൾ വരുന്ന 130 bhp ആണ്. എനിക്ക് തോന്നുന്നു XUV 700 ഒരു 155 bhp വരുന്ന വേർഷൻ ഉണ്ട്. അത് അവർ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന്. കാരണം സ്കോർപ്പിയോനിൽ 170 bhp ആണ്, അത്രയും ചിലപ്പോൾ ഇതിന് ആവശ്യം ഉണ്ടാവില്ല. ആൻഡ് നോർമൽ താറിൽ 130 bhp ആണ്, അത്രയും ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. XUV 700 പിന്നെ 185 bhp ആണ്, അത്രയൊന്നും അവരെന്തായാലും ഇതിനകത്ത് കൊടുക്കാനേ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ട്യൂണിങ് 155 bhp ആണ്. അപ്പോൾ ചിലപ്പം അത് വരുമായിരിക്കും. പിന്നെ വണ്ടിക്ക് കുറച്ചും കൂടെ വലിപ്പം വെച്ചുകൊണ്ട് അത് വലിക്കാൻ കുറച്ചും കൂടെ ശക്തിയേറിയ എഞ്ചിനും വേണമല്ലോ, അങ്ങനെയാണല്ലോ പ്രമാണം. ഇനി അതെല്ലാം നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്മുടെ സ്കോർപ്പിയോ എന്നിൻ്റെ പ്ലാറ്റ്ഫോം ആയിരിക്കും. ലാഡർ ഫ്രെയിം ഷാസിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സ് ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. പിന്നെ സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ സ്കോർപ്പിയോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം സാധാരണ ഒരു SUV വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോഡി റോളും പിന്നെ കുറച്ച് സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ അപ്പോഴും നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അതല്ലാണ്ട് നമ്മൾ ലാഡർ ഫ്രെയിം വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സ്കോർപ്പിയോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഹാൻഡ്ലിംഗ് വാഹനമാണ്. താർ 5 ഡോറിലേക്ക് പോകുമ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് വരുന്ന ലോങ് വീൽ ബേസ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ 3 ഡോർ താറിന് ചെറിയൊരു ബമ്പി എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്പീഡ് കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ ഹൈവേയിൽ പോകുകയാണെങ്കിലും വണ്ടി എപ്പോഴും ചെറുതായിട്ടൊന്ന് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം മിക്കവാറും നമ്മുടെ ഈ 5 ഡോർ താർ വരുമ്പം അതിൻ്റെ അകത്ത് സോൾവ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഫാമിലി യൂസിന് വേണമെങ്കിൽ ഇനിയിപ്പം ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ആണെങ്കിലും അവരിതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. പിന്നെ ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ തീർച്ചയായും പെട്രോൾ ആണെങ്കിലും മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും, ഡീസലിലാണെങ്കിലും മാനുവൽ ഓട്ടോമാറ്റിക്കും രണ്ടും ഉണ്ടാവും. 4x4 ഈ വാഹനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. 2 വീൽ ഡ്രൈവിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല 2 വീൽ ഡ്രൈവ് ഉണ്ടാവുമെന്ന്. കാരണം അതിൻ്റെ ഒരു ആവശ്യം ഈ വാഹനത്തിനില്ല സത്യത്തിൽ. കാരണം 3 ഡോർ താറിൽ ഒരു 2 വീൽ ഡ്രൈവ് കൊടുത്ത 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ കൂടെയാണ്. അത് വണ്ടി സബ് 4 മീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി ബെനിഫിറ്റ് കിട്ടും. 8% എക്സൈസ് ഡ്യൂട്ടി വരുള്ളൂ. പക്ഷേ താർ 5 ഡോർ എന്ന് പറയുമ്പോൾ അത് സബ് 4 മീറ്റർ തീർച്ചയായും അല്ല, 4.3 മീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് 1.5 ലിറ്റർ എഞ്ചിൻ കൊടുത്താലും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. വണ്ടി ഭയങ്കര അണ്ടപ്പോടാവുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവർ 2 വീൽ ഡ്രൈവ് വെച്ച് ഇറക്കേണ്ട കാര്യമില്ല. പിന്നെ നോർമൽ 4 വീൽ ഡ്രൈവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 80,000 അല്ലെങ്കിൽ 1 ലാഖിനടുത്ത് ഡിഫറൻസ് കൊടുക്കാൻ ഇറക്കാമെന്നേ ഉള്ളൂ. താർ 3 ഡോറിൽ വന്ന പോലെ നമുക്ക് 2 ലാഖ്സിനടുത്ത് ഡിഫറൻസ് ഒന്നും ഉറപ്പായിട്ടും ഇതിനകത്ത് വരാൻ പോകുന്നില്ല ഒരു 2 വീൽ ഡ്രൈവ് ഇറക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് താർ 5 ഡോറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.